വെക്കേഷനൊക്കെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാറുണ്ട്. അതിൻ്റെ ഒപ്പം അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ്. ഓക്കെ, ഇത് ബസ്മതി റൈസ് 2 ഗ്ലാസ് നന്നായി തോന വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തത്. പകുതി വേവ വേണ്ടു ബസ്മതി റൈസിന്. ഇത് ക്യാരറ്റ് കുറച്ചരിഞ്ഞത്, ഇത് സ്പ്രിംഗ് ഒനിയൻ്റെ അടിഭാഗം കുറച്ചരിഞ്ഞ് വെച്ചത്, പച്ചമുളക് 3 എണ്ണം, ക്യാപ്സിക്കം പകുതി ചെറുതാക്കി അരിഞ്ഞത്, സ്പ്രിംഗ് ഒനിയൻ്റെ ഇല അരിഞ്ഞ് വെച്ചത്, അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് സബോള ഒന്ന് ചെറുതാക്കി അരിഞ്ഞത്, ഇത് കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, 10 ബീൻസ് ഉണ്ടാവും ഇത് ചെറുതാക്കി അരിഞ്ഞത്, ഒരു 1/2 സ്പൂണ് നാരങ്ങ നീര്, 1 സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, സോയാ സോസ് 2 സ്പൂൺ, 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. അപ്പോഴേക്കും നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കാം. 3 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ആദ്യം ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ സബോള ഇടാം. ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ തീ മാക്സിമം ചൂടിൽ വെക്കണം. നമ്മൾ അടുത്തിടുന്നത് സ്പ്രിംഗ് ഒനിയൻ്റെ അടിഭാഗം അരിഞ്ഞു വെച്ചതാണ്. അടുത്ത് നമ്മളിടുന്നത് പച്ചമുളക്. എടുത്തിടുന്നത് ക്യാരറ്റ്. ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ ബീൻസ് ഇതൊക്കെ എല്ലാം ചെറുതാക്കിയിട്ടാണ് അരിയേണ്ടത്. സബോള ക്യാരറ്റും ബീൻസൊക്കെ നന്നായി വാടിയുണ്ട്. അതിന് ശേഷം ക്യാപ്സിക്കം ഇടുക. ക്യാപ്സിക്കം അധികം വാടില്ല, കുറച്ച് നേരം ലാസ്റ്റാണ് നമ്മൾ ക്യാപ്സിക്കം ചേർക്കുന്നത്. അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. 1 സ്പൂണ്, ഇത് ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് 2 സ്പൂണ്, ചെറിയ 2 സ്പൂൺ ഇടാം. ഒഴിക്കുന്നത് സോയാ സോസ്. ഞാൻ വലിയ സ്പൂൺ കൊണ്ടാണ് അളന്ന് ഒഴിച്ചത്. അതുകൊണ്ട് ചെറിയ സ്പൂൺ കൊണ്ട് ഒഴിക്കുന്നുണ്ട്, വലിയ സ്പൂൺ കൊണ്ട് 2 സ്പൂണാണ് കേട്ടോ. ഒഴിക്കുന്നത് ചെറുനാരങ്ങ നീര്. സോയാ സോസിൽ ഉപ്പുള്ള കാരണം ലാസ്റ്റാണ് ഉപ്പ് ചേർക്കുന്നത്. ചോറിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് ചോറ് വേവിച്ചിരിക്കുന്നത്. ചോറിൽ പാകത്തിന് ഉപ്പിട്ടിട്ട് വേവിക്കണം, എന്നാലാണ് ആ ഉപ്പ് പിടിക്കുള്ളൂ ശരിക്കും.
കുറച്ച് സ്പ്രിംഗ് ഒനിയൻ്റെ ഇല ഇപ്പോൾ കുറച്ച് ഇടുന്നുണ്ട്. കുറച്ച് നമ്മൾക്ക് ഗാർണിഷ് ചെയ്യാൻ എടുത്ത് വയ്ക്കാം. ഈ മസാല പച്ചക്കറി കൂട്ടിൽ ഉപ്പ് നോക്കിയതിന് ശേഷം ചോറിട്ടിട്ട് ഇളക്കിയെടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്, ഇതിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നു. കുറേശ്ശെ ചോറിട്ടിട്ട് ഇളക്കാം. ഫ്രൈഡ് റൈസിനുള്ള ചോറ് ആദ്യമേ തന്നെ വേവിച്ച് തണുപ്പിച്ച് വയ്ക്കണം. തണുത്ത ചോറ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, അപ്പോൾ പൊട്ടിപ്പോവില്ല. ഇതിപ്പോൾ ഫ്രൈഡ് റൈസ് ഏകദേശം നന്നായി റെഡിയായിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഒരു പൊടിക്കൈ എന്ന പോലെ കുറച്ച് നല്ലെണ്ണ ഇതിൻ്റെ മേലേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നല്ല മണവും ടേസ്റ്റും ഉണ്ടാവും. ഈ ഗാർണിഷിന് വേണ്ടി കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇടുന്നുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എൻ്റെ അമ്മേൻ്റെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.